നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അറബിക് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ച്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം എന്നർത്ഥം. ആ ഇസ്മിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് മുഫ്രദ് അഥവാ ഏകവചനം, രണ്ടാമത്തേത് മുസന്ന അല്ലെങ്കിൽ ദ്വിവചനം, മൂന്നാമത്തേത് ജംഅ് അല്ലെങ്കിൽ ബഹുവചനം. അൽ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ എന്നർത്ഥം. ഹലറൽ മുഹന്ദിസ്, എഞ്ചിനീയർ ഹാജറായി. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഹലറ ഫിഅലാണ് അഥവാ ക്രിയയാണ്, അൽ മുഹന്ദിസ് ഫാഇലാണ് അഥവാ കർത്താവാണ്. ഇവിടെ കർത്താവ് ആയ മുഹന്ദിസ് ഏകവചനമാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതേ സെന്റൻസ്, ഇതേ ഇസ്മ നമ്മൾ രണ്ടെണ്ണം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ പറയും, മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടിലേറെ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അൽ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ എന്നാണല്ലോ. അൽ മുഹന്ദിസ് മുഫ്രദ്, അൽ മുഹന്ദിസ് സാനി എന്ന് പറയുമ്പോഴാണ് അത് ദ്വിവചനമായി മാറുന്നത്. അവസാനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അലിഫും നൂനുമാണ് അവിടെ അധികരിച്ചു വന്നത്. അൽ മുഹന്ദിസ് മുഫ്രദ്, അൽ മുഹന്ദിസാനി മുസന്ന. ഇനി അതിൻ്റെ ജംഅ് അൽ മുഹന്ദിസൂന എന്നായിരിക്കും, അതായത് എഞ്ചിനീയർമാർ. ഹലറൽ മുഹന്ദിസൂന, എഞ്ചിനീയർമാർ ഹാജറായി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജംഅയിലേക്ക് വരുന്ന സമയത്തും മാറ്റം കാണാൻ പറ്റും, വാവും നൂനും അധികരിച്ചു. ഇതാണ് ഇതിൽ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇസ്മിനെ മൂന്നാക്കി തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് മുഫ്രദ് ഏകവചനം, രണ്ടാമത്തേത് മുസന്ന ദ്വിവചനം, മൂന്നാമത്തേത് ജംഅ് ബഹുവചനം. മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ നോക്കാം. അൽ ലാഇബ്, ലാഇബ് എന്ന് പറഞ്ഞാൽ കളിക്കാരൻ, കളിക്കുന്നവൻ. അത് മുഫ്രദാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ മുസന്ന നമ്മൾ എങ്ങനെ എടുക്കും? അൽ ലാഇബാനി, രണ്ട് കളിക്കാർക്കാണ് അൽ ലാഇബാനി എന്ന് പറയുക. നേരത്തെ പറഞ്ഞ പോലെ ലാഇബിൻ്റെ അവസാനത്തിൽ അലിഫും നൂനും അധികരിച്ച് വന്നപ്പോൾ മുസന്നയായി മാറി. ഇനി അതിൻ്റെ ജംഅ് നമ്മളെങ്ങനെ എടുക്കും? അൽ ലാഇബൂന. ഇത് നമ്മൾ സെന്റൻസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം? തഅബൽ ലാഇബു, കളിക്കാരൻ ക്ഷീണിച്ചു. ഇവിടെ ലാഇബ് മുഫ്രദാണ്. ഇനി രണ്ട് കളിക്കാരൻ ക്ഷീണിച്ചു എന്നെങ്ങനെ നമ്മൾ പറയും? തഅബൽ ലാഇബാനി, അവിടെ അലിഫും നൂനും സായിദയായി. ഇനി അതിൻ്റെ ജംഅ് എങ്ങനെ പറയും? തഅബൽ ലാഇബൂന. ഇതാണ് അതിൻ്റെ ജംഅ് ബഹുവചനം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇസ്മിനെ എത്രയായി തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് മുഫ്രദ് ഏകവചനം, രണ്ട് മുസന്ന ദ്വിവചനം, മൂന്ന് ജംഅ് ബഹുവചനം. ഇതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക്, ഇതിൽ വരുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.